VBYITയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ ഫ്രിക്ഷൻ എന്ന ചാപ്റ്ററാണ്. ഫ്രിക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൂബ്രിക്കേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്ക്. കഴിഞ്ഞ രണ്ട് പാർട്ടുകളിൽ നമ്മൾ ഫ്രിക്ഷൻ എന്താണെന്നും ഫ്രിക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻസും ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഫ്രിക്ഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നും അതിൽ ലൂബ്രിക്കൻ്റ് എന്താണെന്നും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ ലൂബ്രിക്കേഷൻ്റെ ചില കേസുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസാണ് ലൂബ്രിക്കേഷൻ ടു എക്സ്പോസ്ഡ് സ്ലൈഡ് വേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് വേസിലൊക്കെ നമ്മൾ ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ആ രണ്ട് സർഫസുകൾക്കിടയിലുണ്ടാകുന്ന മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അനുഭവപ്പെടുന്ന മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന്. അത് എത്ര മിനുസമുള്ള പ്രതലമാണെങ്കിൽ കൂടി നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത രീതിയിൽ അവിടെ എന്തുണ്ടാകും, ഇറഗുലാരിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ടാകും. ഈ രണ്ട് സർഫസുകൾക്കിടയിലും ഇതുപോലെ ഇറഗുലാരിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ടാകും. ഈ രണ്ട് സർഫസുകൾക്കിടയിലാണ് നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ലൂബ്രിക്കേഷൻ ഫില്ലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ആ സർഫസുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്സുകളിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത കേസാണ് ബിയറിങ്സിലെ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത്. ഒരു മൂവിങ് പാർട്ടും അതേപോലെ ഒരു സ്റ്റേഷനറി പാർട്ടും വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ പൊതുവേ ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ ഈ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫിഗർ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന കേസ് ഷാഫ്റ്റും ബിയറിങ്ങുമാണ്. അപ്പോൾ ഇതിൽ ഈ ഔട്ടറിൽ കാണുന്ന ഈ പോർഷനാണ് നമ്മൾ ബിയറിങ് എന്ന് പറയുന്നത്. ഇന്നറിൽ കാണുന്ന ചെറിയ സർക്കിളാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ പാർട്ടിൽ ഈ ഷാഫ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുക, ഈ ബിയറിങ് അവിടെ സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിയറിങ്ങും ഈ ഷാഫ്റ്റിനും ഇടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുക. അപ്പോൾ ഈ ഷാഫ്റ്റിനും ബിയറിങ്സിനും ഇടയിൽ വരുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുക. ഒരു ബിയറിങ്ങിൽ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഷാഫ്റ്റ് മൂവ് ചെയ്യാത്ത സമയത്ത് ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ താഴെയായിട്ടാവും ഷാഫ്റ്റ് ഉണ്ടാവും. ബിയറിങ് മുകളിലും ബിയറിങ്ങിന് താഴെയായിട്ടായിരിക്കും, കറക്റ്റ് സെൻറ്ററിലല്ലാണ്ട് താഴെയായിട്ടായിരിക്കും ഷാഫ്റ്റ് കാണപ്പെടും. അപ്പോൾ താഴെ മൂവ് ചെയ്യാത്ത സമയത്ത് ഈ ഷാഫ്റ്റ് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുക. ഷാഫ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഈ തേർഡ് ഫിഗറിൽ കാണുന്നത് പോലെ പതുക്കെ മുകളിലോട്ട് പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരിക. സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഷാഫ്റ്റ് സെൻറ്ററിലേക്ക് എത്തും. അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ ഷാഫ്റ്റ് സെൻറ്ററിലാകുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ലൂബ്രിക്കൻ്റ് കറക്റ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. അപ്പോൾ ലൂബ്രിക്കേഷൻ എന്ന പ്രോസസ്സ് അവിടെ കറക്റ്റായിട്ട് നടക്കും. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലേക്കും ലൂബ്രിക്കൻ്റ് എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ. ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ എന്നും ഈ പ്രോസസ്സിനെ നമുക്ക് വിളിക്കാം. അതായത് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നു. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ലൂബ്രിക്കൻ്റ് എല്ലാ പോർഷനുകളിലും എത്തിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രോ ഡൈനാമിക് ലൂബ്രിക്കേഷൻ. ഷാഫ്റ്റും ബിയറിങ്ങും തമ്മിലുള്ള കണക്ഷൻ ഇത്ര വലിയ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള പോർഷനാണ്. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയ്ക്ക് വലുപ്പത്തിൽ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുകളിലൊരു ഹോളുണ്ട്, ഇതൊരു സെക്ഷൻ ഓഫ് വ്യൂ ആണ്. മുകളിലൊരു ഹോളുണ്ട്, ഈ ഹോളിലൂടെ ആണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. താഴെ ഒരു ഷാഫ്റ്റ് കാണുന്നു, അതിന് ചുറ്റും ബിയറിങ്സ് ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ഈ ഹോളിലൂടെ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ലൂബ്രിക്കൻ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നു. അടുത്തത് ഹിൻസ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് മെഷീൻസ്. മെഷീൻസിന് ലൂബ്രിക്കേഷൻ കൊടുക്കാനുള്ള ഹിൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ഐഡൻറ്റിഫൈ ദി ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ് പോയിൻറ്റ്സ്. ഫസ്റ്റ് നമ്മൾ എവിടൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻറ്റ്സിലാണ് നമ്മൾ ഓയിലിംഗ് അല്ലെങ്കിൽ ഗ്രീസിങ് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നത് ആദ്യം അറിഞ്ഞിരിക്കണം. സെക്കൻഡ് പോയിന്റ്, സെലക്ട് ദി റൈറ്റ് ലൂബ്രിക്കൻ്റ് ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഡിവൈസ്. എല്ലാ പാർട്ടുകളിലും നമുക്ക് ഒരേ ലൂബ്രിക്കൻ്റ് ആവില്ല യൂസ് ചെയ്യുക. ചിലയിടത്ത് നമുക്ക് ഓയിലാവും യൂസ് ചെയ്യേണ്ടത്. ആ ഓയിൽ തന്നെ പല ടൈപ്സും ഉണ്ട്, അതിലേതെങ്കിലും ടൈപ്പായിരിക്കും. അപ്പോൾ ഓരോ പാർട്ടുകളിലും കൊടുക്കേണ്ട ലൂബ്രിക്കൻ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പിന്നീട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൂബ്രിക്കൻ്റ് ചിലപ്പോൾ ഒരു ഹോളായിരിക്കും, ചിലപ്പോൾ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പാകത്തിനായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹോളിൽ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പ്രഷറൈസ് ചെയ്തിട്ട് പ്രഷർ ഗൺ ഉപയോഗിച്ചിട്ട് ഓയിലിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് പാർട്ടാണോ എന്ന് ആദ്യം സെലക്ട് ചെയ്യണം. ആ പോയിന്റിലേക്ക് നമ്മൾ ഏത് ലൂബ്രിക്കൻ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ഏത് ലൂബ്രിക്കേറ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും അറിഞ്ഞിരിക്കണം. തേർഡ് പോയിന്റ്, അപ്ലൈ ദ ലൂബ്രിക്കൻ്റ്, അതായത് ഭാഗങ്ങളിലെ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദി മാനുഫാക്ചർ മാനുവൽ കണ്ടെയ്ൻസ് ഓൾ ദി നെസസറി ഡീറ്റെയിൽസ് ഫോർ ലൂബ്രിക്കേഷൻ ഓഫ് പാർട്സ് ഇൻ മെഷീൻ ടൂൾസ്. നമ്മളൊരു മെഷീൻ്റെ കൂടെ തന്നെ അതിൻ്റെ മാനുഫാക്ചർ മാനുവൽ ഉണ്ടായിരിക്കും. ആ മാനുവലിൽ നമ്മൾ എവിടൊക്കെയാണ് ലൂബ്രിക്കേറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ലൂബ്രിക്കൻ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം ഉള്ള ഡീറ്റെയിൽസ് മാനുവലിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ അതാത് പാർട്ടുകളിൽ ലൂബ്രിക്കേഷൻ ചെയ്യാൻ. ഈ ലൂബ്രിക്കൻ്റ് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഡെയിലി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വീക്കിലി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, ചിലപ്പോൾ ചില ഇൻ്റർവെൽസിലായിരിക്കും, റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കും. ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ഓരോ ടൈമും രീതിയും എല്ലാതും ഈ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യേണ്ട ടൈം മാനുവലിൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സർക്കിൾ എന്ന സിമ്പിൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡെയിലി ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട പാർട്ടാണ്. ട്രയാങ്കിൾ ആക്കിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് വീക്കിലി ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട പാർട്ടിനെയാണ്. സ്ക്വയർ ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് മന്ത്ലി ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട പാർട്ടിനെയാണ്. ഒരു പോളിഗൺ ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് മുകളിൽ തന്ന അല്ലാത്ത കണ്ടീഷനുകൾ, ചിലപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കാം, അത്തരത്തിലുള്ള പാർട്ടുകളെയാണ് നമ്മൾ പോളിഗൺ ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് കട്ടിംഗ് ഫ്ലൂയിഡ്. കട്ടിംഗ് പ്രോസസ്സുകളിൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സുകൾ. കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ടു കൂൾ ദി ടൂൾ ആസ് വെൽ ആസ് ദി വർക്ക് പീസ്. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൂൾ ഹീറ്റാവുന്നത് അല്ലെങ്കിൽ ടൂളിനെ കൂളിംഗ് ചെയ്യുന്നത് വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, ടു റെഡ്യൂസ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ചിപ്പ് ആൻഡ് ടൂൾ ഫേസ് ബൈ ലൂബ്രിക്കേറ്റിംഗ്. ചിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ചെറിയ പൊട്ടും പൊടികളെയാണ്, ആ വർക്ക് പീസിന് ചെറിയ ചെറിയ പീസുകളെയാണ് നമ്മൾ ചിപ്സ് എന്ന് പറയുക. അപ്പോൾ ടൂൾ ഫേസും ഈ ചിപ്സും ഇടയിൽ വരുന്ന ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. തേർഡ് പോയിന്റ്, ടു പ്രിവെൻറ്റ് ദി ചിപ്പ് ഫ്രം ഗെറ്റിംഗ് വെൽഡഡ് ടു ദി ടൂൾ കട്ടിംഗ് എഡ്ജ്. വർക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ടൂള് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹീറ്റ് കാരണം ഈ ചിപ്സ് ഈ ടൂൾ ഫേസിൽ ഒട്ടിപ്പിടിക്കാനുള്ള അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ്, ടു ഫ്ലഷ് എവേ ദി ചിപ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ്, ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് ദി വർക്ക് ആൻഡ് ദി മെഷീൻ. കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. അടുത്തത് കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ആസ് ദി കട്ടിംഗ് ഫ്ലൂയിഡ് കൂൾസ് the tool will retain its hardness for a longer period, so the tool life is more. നമ്മൾ പറഞ്ഞു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ടൂളുമ്മലും വർക്ക് പീസിൻ്റെ റിയാക്ഷൻ കൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഹീറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ടിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ആ കട്ടിംഗ് ടൂളിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിനും കട്ടിംഗ് ടൂളിന് ലോങ്ങർ ലൈഫ് പീരീഡ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ബിക്കോസ് ഓഫ് ദി ലൂബ്രിക്കേറ്റിംഗ് ഫംഗ്ഷൻ ദി ഫ്രിക്ഷൻ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദി ഹീറ്റ് ജനറേറ്റഡ് ഈസ് ലെസ്. എ ഹയർ കട്ടിംഗ് സ്പീഡ് ക്യാൻ ബി സെലക്റ്റഡ്. ഇതൊരു ലൂബ്രിക്കേറ്റിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുകയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ കട്ടിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് പോയിന്റ്, ആസ് ദി കൂളന്റ് അവോയ്ഡ്സ് ദി വെൽഡിംഗ് ആക്ഷൻ ഓഫ് ദി ചിപ്പ് ടു ദി ടൂൾ കട്ടിംഗ് എഡ്ജ്, ദി ബിൽഡപ്പ് എഡ്ജ് ഈസ് നോട്ട് ഫോമഡ്. ദി ടൂൾ ഈസ് കെപ്റ്റ് ഷാർപ്പ് ആൻഡ് ഗുഡ് സർഫസ് ഫിനിഷ് ഈസ് ഒബ്റ്റെയിൻഡ്. കട്ടിംഗ് ടൂളുമേ ഈ ചിപ്സ് വെൽഡ് ചെയ്ത് നിൽക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൂൾ കട്ടിംഗ് എഡ്ജ് ചിപ്സുകളൊന്നും ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. അതുപോലെ തന്നെ ആ ടൂളിൻ്റെ എഡ്ജ് ഷാർപ്പായിട്ടും നല്ല സർഫസ് ഫിനിഷിംഗ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ആസ് ദി ചിപ്സ് ആർ ഫ്ലഷ്ഡ് എവേ ദി കട്ടിംഗ് സോൺ വിൽ ബി നീറ്റ്. ദി മെഷീൻ ഓർ ജോബ് വിൽ നോട്ട് ഗെറ്റ് റസ്റ്റഡ് ബിക്കോസ് ദി കൂളന്റ് പ്രിവെൻറ്റ്സ് കൊറോഷൻ. കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിപ്സുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ആ സർഫസ് നീറ്റായിട്ട് നിൽക്കുകയും അവിടെ കൊറോഷൻ വരുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പ്രോപ്പർട്ടി, എ ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ് ഷുഡ് ബി സഫീഷ്യൻ്റ്ലി വിസ്കസ്. വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിന് അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, അറ്റ് കട്ടിംഗ് ടെമ്പറേച്ചർ ദി കൂളന്റ് ഷുഡ് നോട്ട് ക്യാച്ച് ഫയർ. കട്ട് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിൽ ആ കൂളന്റ് ഫയർ ക്യാച്ച് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂളന്റിന് തീ പിടിക്കാൻ പാടില്ല. അങ്ങനെ തീ പിടിക്കുന്ന അല്ലെങ്കിൽ ആ ഫയർ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ആ കൂളന്റ് നമുക്ക് ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു നല്ല കൂളന്റ് ഫയർ ക്യാച്ചിങ് പ്രോപ്പർട്ടി കാണിക്കാൻ പാടില്ല. തേർഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ഹാവ് എ ലോ ഇവാപ്പറേഷൻ റേറ്റ്. ചില ഫ്ലൂയിഡ്സൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവിയായി പോകും. ഈ ആവിയാകുന്ന ഈ പ്രോപ്പർട്ടി ഒരു നല്ല കട്ടിംഗ് ഫ്ലൂയിഡിന് കഴിയുന്നതും കുറവായിരിക്കണം. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ് ദി വർക്ക് പീസ് ഓർ മെഷീൻ. വർക്ക് പീസ് അല്ലെങ്കിൽ ആ മെഷീൻ പാർട്ട് ഈ കൂളന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറോഷൻ നടക്കാൻ പാടില്ല, തുരുമ്പ് പിടിക്കാൻ പാടില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നോട്ട് ഫോം ഓർ ഫ്യൂ. ഈ കട്ടിംഗ് ഫ്ലൂയിഡ് സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി സ്കിൻ പ്രോബ്ലംസ് ടു ഓപ്പറേറ്റർ. കട്ടിംഗ് ഫ്ലൂയിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇതൊരു അലർജി പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പാടില്ല. ഷുഡ് നോട്ട് ഗീവ് ഓഫ് ബാഡ് സ്മെൽ ഓർ കോസ് ഇച്ചിങ് എക്സെട്ര വിച്ച് ആർ ലൈക്ലി ടു ഇറിറ്റേറ്റ് ദി ഓപ്പറേറ്റർ, ദസ് റെഡ്യൂസിങ് ഹിസ് എഫിഷ്യൻസി. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെൽ ഉണ്ടാവുകയോ ഇച്ചിങ്ങിന് കാരണമാകുകയോ എന്ന് വെച്ചാൽ ചൊറിച്ചിൽ പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആവുകയോ ചെയ്യരുത്. ലാസ്റ്റ് പോയിന്റ്, ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. കട്ടിംഗ് ഫ്ലൂയിഡ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം.
അടുത്ത ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്: സ്ട്രേറ്റ് മിനറൽ ഓയിൽ, കെമിക്കൽ സൊല്യൂഷൻ, കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ, ഫാറ്റി ഓയിൽസ്, സൊല്യൂബിൾ ഓയിൽസ് ഒക്കെയാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ ടൈപ്സ്. ഫസ്റ്റ്, സ്ട്രേറ്റ് മിനറൽ ഓയിൽ. സ്ട്രേറ്റ് മിനറൽ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂളൻ്റ് ഡയലൂട്ട് ചെയ്യാതെയാണ് നമ്മൾ വെച്ചാൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഭാഗങ്ങളിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഒന്നുമായിട്ട് മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ സ്ട്രേറ്റ് മിനറൽ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കട്ടിംഗ് ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ചെറിയൊരു എഫക്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രേറ്റ് മിനറൽ ഓയിൽസ് പൊതുവെ കൂളൻ്റായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ സ്ട്രേറ്റ് മിനറൽ ഓയിൽസിന് ഒരു എക്സാമ്പിളാണ് കെറോസിൻ എന്നത്. കെറോസിനാണ് നമ്മൾ പൊതുവെ സ്ട്രേറ്റ് മിനറൽ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലുമിനിയം മെഷീനുകളിലും അതിൻ്റെ അലോയ്സിലൊക്കെയാണ് നമ്മൾ പൊതുവെ ഈ കെറോസിൻ എന്ന സ്ട്രേറ്റ് മിനറൽ ഓയിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പാണ് കെമിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സിന്തറ്റിക് ഓയിൽ. ഇതിൽ പ്രത്യേകമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കൽസ് വാട്ടറിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ കെമിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സിന്തറ്റിക് ഓയിൽസിന് കഴിയും. ഇത് നോൺ കൊറോസീവ് ആയിട്ടും നോൺ ക്ലോഗിങ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഈ കെമിക്കൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയലിന് കൊറോഷൻ സംഭവിക്കുന്നില്ല. കൊറോഷൻ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കുക എന്നുള്ള പ്രോപ്പർട്ടിനാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെമിക്കൽ സൊല്യൂഷൻസ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കെമിക്കൽ സൊല്യൂഷൻസ് ഇൻഫെക്ഷൻ പോലുള്ള ചെറിയ ചെറിയ അലർജി പോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത് ആർട്ടിഫിഷ്യലി കളേർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സിന്തറ്റിക് ഓയിൽ എന്നാണ് പറയുന്നത്. കെമിക്കൽ സൊല്യൂഷന് പൊതുവെ ഗ്രൈൻഡിങ്ങിലും സോയിങ്ങിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ. ഫാറ്റി ഓയിലിനേക്കാൾ ചീപ്പറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് കട്ടിംഗ് ഫ്ലൂയിഡാണ് കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ. പൊതുവെ ഓട്ടോമാറ്റിക് ലൈറ്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്തൊരു ടൈപ്പായിരുന്നു ഫാറ്റി ഓയിൽ. ലാഡ് ഓയിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഫാറ്റി ഓയിൽസിന് എക്സാമ്പിളാണ്. പൊതുവെ കുറഞ്ഞ കട്ടിംഗ് സ്പീഡുള്ള ഹൈ ഡ്യൂട്ടി മെഷീൻസിലൊക്കെയാണ് ഫാറ്റി ഓയിൽസ് യൂസ് ചെയ്യാറ്. ടാപ്പുകളിലും ഡൈകളിലൊക്കെ ത്രെഡ് ഉണ്ടാക്കുന്ന ബെഞ്ച് വർക്കുകളിലും ഫാറ്റി ഓയിൽസ് യൂസ് ചെയ്യുന്നു. അടുത്താണ് സൊല്യൂബിൾ ഓയിൽ അല്ലെങ്കിൽ എമൽസിഫൈഡ് ഓയിൽ എന്നും പറയുന്നു. വാട്ടർ എന്നത് ഒരു ചീപ്പസ്റ്റ് കൂളൻ്റാണ്. പക്ഷേ ഈ വാട്ടർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൽ കൊറോഷൻ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സൊല്യൂബിൾ ഓയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഭാഗങ്ങളിൽ കൊറോഷൻ സംഭവിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. പൊതുവെ 1:20 എന്ന റേഷ്യോയിലാണ് ഈ സൊല്യൂബിൾ ഓയിലും വാട്ടറും മിക്സ് ചെയ്യുന്നത്. എമൽസിഫയറിൽ ഓയിൽ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിനെയാണ് സൊല്യൂബിൾ ഓയിൽസ് എന്ന് പറയുന്നത്. പൊതുവെ സെൻറ്റർ ലേത്തുകളിലും ഡ്രില്ലിങ്ങിലും മില്ലിങ്ങിലും സോയിങ്ങിലൊക്കെയാണ് നമ്മൾ സൊല്യൂബിൾ ഓയിൽസ് യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഈ ചാർട്ട് പല മെറ്റലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൂളൻറ്റുകളാണ്. ഇതിൽ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്: അലുമിനിയം, ബ്രാസ്, ബ്രോൺസ്, കാസ്റ്റ് അയൺ, കോപ്പർ, സ്റ്റീൽ, അലോയ്സ്, ജനറൽ പർപ്പസ് സ്റ്റീൽ എന്ന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ആ മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. ഡ്രില്ലിങ്, റീമിങ്, ത്രെഡിങ്, ടേണിങ്, മില്ലിങ് എന്നുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. ഈ ഓരോ പ്രോസസ്സുകളും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ കാണിച്ചിട്ടുള്ള ചാർട്ടാണ് തന്നിട്ടുള്ളത്. അലുമിനിയം മെറ്റീരിയൽ ആകുമ്പോൾ ഡ്രില്ലിംഗ് എന്ന പ്രോസസ്സിൽ, അലുമിനിയത്തിൻ്റെ ഡ്രില്ലിംഗ് എന്ന പ്രോസസ്സിൽ നമ്മൾ സൊല്യൂബിൾ ഓയിലും കെറോസിൻ ആൻഡ് ലാഡ് ഓയിലും കൂടി കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. റീമിംഗ് പ്രോസസ്സിൽ സൊല്യൂബിൾ ഓയിലും കെറോസിനും മിനറൽ ഓയിൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ത്രെഡിങ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂബിൾ ഓയിലും കെറോസിനും ലാഡ് ഓയിലും യൂസ് ചെയ്യുന്നു. അതൊരു ടേണിംഗ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂബിൾ ഓയിൽ യൂസ് ചെയ്യുന്നു. മില്ലിംഗ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂബിൾ ഓയിലും ലാഡ് ഓയിലും മിനറൽ ഓയിലും ഡ്രൈയും യൂസ് ചെയ്യും. ഒരു ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ,
സൊല്യൂബിൾ ഓയിൽ, മിനറൽ ഓയിൽ, ലാഡ് ഓയിലും യൂസ് ചെയ്യുന്നു. റീമിംഗ് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ഡ്രൈ, അതുപോലെ തന്നെ സൊല്യൂബിൾ ഓയിലും യൂസ് ചെയ്യും. ത്രെഡിങ് പ്രോസസ്സിലാണെങ്കിൽ സൊല്യൂബിൾ ഓയിലും ലാഡ് ഓയിലും യൂസ് ചെയ്യുന്നു. ടേണിംഗ് പ്രോസസ്സിലാണെങ്കിൽ സൊല്യൂബിൾ ഓയിൽ യൂസ് ചെയ്യുന്നു. മില്ലിംഗ് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ ഡ്രൈയും സൊല്യൂബിൾ ഓയിലും യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ബോൺസ് മെറ്റീരിയലിൻ്റെയും കാസ്റ്റ് അയോണിൻ്റെയും കോപ്പർ മെറ്റീരിയലിൻ്റെയും സ്റ്റീൽ അലോയ്സിൻ്റെയും ജനറൽ പർപ്പസ് സ്റ്റീലിൻ്റെയും ഒക്കെ ഡ്രില്ലിംഗ് പ്രോസസ്സിലും റീമിംഗ് പ്രോസസ്സിലും ത്രെഡിംഗ് പ്രോസസ്സിലും ടേണിംഗ് പ്രോസസ്സിലും മില്ലിംഗ് പ്രോസസ്സിലും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡ്സ് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.